2 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. എനിക്ക് ടെൻഷൻ, ഈ സാധനമാണ് ടെൻഷൻ. കാരണം ഇത് കുലിക്കുന്നുണ്ട്. അല്ല, മാറിപ്പോയി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സാധനം ആ ലവിന്റെ സാധനത്തിന് നല്ല ക്യൂട്ടായിട്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്ന് അതും കൂടെ വീഡിയോയിൽ വന്നു. എന്താവും ഈ വീഡിയോ എടുക്കലെന്ന് എനിക്ക് അറിയില്ല. ഫുള്ള് ഞാൻ ഉറക്കാൻ നോക്കി ഉറങ്ങുന്നില്ല. ഉറങ്ങിക്കഴിഞ്ഞാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്നില്ല, അറിയില്ല. കുറച്ച് എടുക്കുമ്പോഴത്തേക്ക് എണീക്കും, പിന്നെ എഴുന്നേറ്റേക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അത് നോനോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീഷോ ഹോളാണ്. മീഷോയിൽ കുറേ സാധനം ഞാൻ ഓർഡർ ചെയ്ത്. ആദ്യം മീഷോയിൽ കുറേ കാട്ടി ഇട്ടൊക്കെ വാങ്ങൂല, അങ്ങനെ 1-2 പ്രൊഡക്റ്റൊക്കെ ഞാൻ വാങ്ങി. ബെഡ്ഷീറ്റൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ കുറേ ഹോം ഡെക്കോർ സാധനങ്ങൾ കുറച്ച് വാങ്ങണമെന്ന്. കാരണം ഇവിടെ ചെന്നൈയിലേക്ക് വന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേനും കുറച്ച് ഡെലിവറിക്ക് നാട്ടിൽ പോയി, പിന്നെ ഒന്നും സെറ്റാക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം കൊണ്ട് വന്നതിന് ശേഷം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു നടക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കൂട്ടാനും കൂടെ 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. എന്താ അപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ ഹോം ഡെക്കോറിന്റെ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ വന്നു. നമ്മൾ വെച്ച് കുറേ ഡെലിവറി ഡേറ്റ് കാത്തിക്കേണ്ടി വരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ വന്നു. അപ്പൊ ഇന്നൊരു സമയം കിട്ടിയത്. ഇനിയിപ്പോൾ 2 കൂടി വരാനുണ്ട്. അതും കൂടെ വന്നിട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം നാളെ 2 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരിക്കും ഇനിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്ന സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി വന്നതിന് ശേഷം അതും കൂടി ഇതിനകത്ത് വീഡിയോയിൽ ആഡ് ചെയ്യും. അപ്പം നോക്കാം. ഞാൻ ആദ്യം സൈഡിലായിട്ട് കിടത്തട്ടെ. എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് നമുക്കിവിടെ കിടത്തായിരുന്നു. അപ്പോൾ ഞാൻ കിടക്കുമെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് നോക്കാൻ സമയമില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തു പോകാൻ. അപ്പം ഇതാണ് ഓരോ സാധനങ്ങൾ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ എന്തെല്ലാം വന്നതെന്ന് എനിക്കറിയില്ല. ഇതിൽ ഡാമേജുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഡാമേജിലേക്ക് നമുക്ക് റിട്ടേൺ അയക്കേണ്ടി വരും. അല്ലാത്ത സാധനങ്ങൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം, റേറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ. അത് നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ കുറേ നാളെ ഞാൻ ഫോട്ടോ ഫ്രെയിം ഓർഡർ ചെയ്ത് നിൽക്കുന്നത്. അത് വന്നിട്ടുണ്ട്. അത് വലിയ ബോക്സിൽ ഏതാണെന്നറിയാം. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത്ര കുഞ്ഞായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുതാന്ന് വെച്ചു, പക്ഷെ നോക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല വന്നത്, വേറെ ഏതോ ഒരു സാധനമാണ്. അല്ല, ഓർഡർ ചെയ്ത സാധനം തന്നെ ഗായ്സ്. ഓർഡർ ചെയ്ത സാധനം തന്നെ വന്നത്. ഞാൻ വിചാരിച്ചു ഈ സാധനം കണ്ടിട്ട്, ഇത് ബാഗ് കണ്ടിട്ട് ഇതാന്ന് വിചാരിച്ചത്. ഞാൻ വിചാരിച്ച് റിട്ടേൺ അയക്കേണ്ടി വരുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, നല്ല സാധനം. ഇതിന് ചെറിയ റേറ്റ് ഉണ്ട്. റേറ്റ് എനിക്ക് ഓർമ്മയില്ല, കാരണം കൂട്ടാണ്ട് ഫോണിൽ ഓർഡർ ചെയ്ത് കൂട്ടാണ്ട് ഓഫീസിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് റേറ്റും കാര്യങ്ങളും ഞാൻ ഈ സൈഡിൽ എഴുതി കൊടുക്കാം. അപ്പം ഇത് നല്ല അടിപൊളി സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെക്കോർ പീസാണ്, വാൾ ഡെക്കോറിൻ്റെ. ഇങ്ങനെ 3 സംഭവം. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി മീൻസ് ഭയങ്കര ക്വാളിറ്റി അല്ല, എന്നാലും അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സാധനം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കോർ മീൻസ് അറേഞ്ച് ചെയ്ത് വെക്കാം ചുമരിൽ. ഇത് 3 വെക്കാം, അത് 3 വെക്കാം, അതും മിക്സ് ആക്കിയൊക്കെ എങ്ങനെ. ഒന്നാമത്തെ സാധനം സൂപ്പർ സക്സസ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി നോക്കാം, കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. രണ്ടാമത്തെ ചടപടേന്നായിക്കോട്ടെ. സൗണ്ട് എടുക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കട്ടാക്കി നോക്കുന്നൊന്നുമില്ല. എടുക്കുന്നുണ്ടോയെന്ന് വിചാരിക്കാൻ പറ്റും. ഇവിടെ വേറെ ആരുമില്ല. ബാക്കി എത്തിയിട്ടുണ്ട്, ഉരുണ്ടിട്ട് ഇവിടെ എത്തിക്കൈ. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ ഡെലിവറി ചെയ്ത ഇപ്പോൾ ഒന്ന് ഡെലിവറി വന്നേന്ന് തോന്നുന്നു. ഓക്കെ ഇത് കുറച്ച് നമ്മൾ ഈ ജനലിനെല്ലാം ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് LED ലൈറ്റിനൊപ്പം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഗ്രീൻ മറ്റേ ലീഫില്ലേ, അതാണ് സംഭവം. കുഴപ്പമില്ല, ഒപ്പിക്കാം. ഭയങ്കര സംഭവം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അയക്കുന്നില്ല. അയച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എടുത്തു വെക്കാൻ ഭയങ്കര പാടായിരിക്കും. കുട്ടിയുടെ വന്നിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ വീഡിയോ എന്തായാലും കാണിച്ചു തരാം. റൂം സെറ്റ് ഹാളൊക്കെ എങ്ങനെയാ ഒന്നും അറിയില്ല, നമ്മൾ കണ്ടൊക്കെ ഓർഡർ ചെയ്തേ ഉള്ളൂ. അപ്പം ഇതാണ്, ഇതും മോശമില്ല. എനിക്ക് ടെൻഷൻ ഈ സാധനമാണ് ടെൻഷൻ. കാരണം ഇത് നമുക്ക് കുലുങ്ങുന്നുണ്ട്. കുലുങ്ങുന്ന സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലാന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ച് നോക്കാം. സങ്കടം സാധനം ലാസ്റ്റ് പൊട്ടിക്കുന്നത്. അപ്പോൾ അടുത്ത സാധനം, ഹലോ ഹലോ ഹലോ, ഇതോടെ എത്തിയേ. കുരുത്തക്കേടൻ്റെ ആശാനായിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിയാൻ പറ്റായിട്ട്. എന്നാ പൊന്നു, ഇവിടെ അമ്മയില്ലേ? എന്താ പണി പാളി ഗൈസ്. ഇങ്ങോട്ട് വമ്പ കാണുന്നില്ല. കരയണ്ട, നമുക്ക് ഇത് പൊളിക്കാലോ. ഒരുമിച്ച് അൺബോക്സ് ചെയ്യാലോ. ഇത് നമുക്ക് പൊളിക്കാം. ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് കത്തിയാണേ, കത്തി. അപ്പോൾ ഇവിടുത്തെ സാധനം നോക്കാം. എല്ലാത്തിനും ബാക്കിൽ 2 സൈഡ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുകൊണ്ട് ചുമരിൽ നിൽക്കുമെന്ന് അറിയില്ല, എന്നാലും നല്ലതാണ്. നമ്മളിങ്ങനെ വിചാരിച്ചു ആണി എടുക്കണല്ലോ. അപ്പം അതേതായാലും നന്നായി. ഇവിടെ പിന്നെ ഹാങ് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇതും അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓവറോൾ കാണുന്നതിൽ വെച്ച് പുറത്തെ വ്യൂ കാണുന്നതിൽ വെച്ച് വലിയ കുഴപ്പമില്ല. നോക്കാം. ഇത് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയാ, പ്ലാന്റിന്റെ ഹോൾഡർ. ഇവളെന്തായി കളിക്കുന്നത് അല്ല, മാറിപ്പോയി ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, ഇത് വേറൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ നമ്മൾ ഇതൊരു ഡെക്കോർ പീസാണ്. ഇത് ജസ്റ്റ് ഒരു ഹോം എന്നുള്ള സാധനമാണ്. ഇതാണ്ട ഇതുപോലെ OME സാധനമുണ്ട്. ഇത് പക്ഷെ അടിപൊളി ക്വാളിറ്റി ആയിട്ടാ. ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സാധനം. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നിങ്ങൾ നല്ല കട്ടിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിങ്ങനെ താഴോട്ടോ നേരെയോ എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കാം. ഇതെനിക്ക് ഇഷ്ടമായി ഗൈസ്. സൂപ്പറായില്ലേ? അതും സൂപ്പർ. അപ്പം അടുത്ത് ഇതാണ് ഇപ്പം ഏതാണെന്നറിയാം. പിന്നെ അടുത്ത് നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാം. കാരണം അതും ടെറാതിന് മുമ്പേ നമുക്ക് പൊളിച്ച് നോക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇത് കുറേ കാലം മുന്നേ കാർട്ടിലിട്ട് വെച്ചൊരു സാധനമായിരുന്നു. ഇത് വാങ്ങണം വെച്ചിട്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ വാങ്ങുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അതുപോലെ തന്നെ വന്നാൽ മതി. ഞാൻ കത്തി ആയുധം വെച്ചുള്ള കളിയാതോ ആയുധം ഇതിൽ ഞാൻ ഏതോ കാലത്ത് കാട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടിപൊളി പാക്കിങ് കേട്ടോ. സൂപ്പർ പാക്കിങ്. കാരണം വലിയ കവറിൽ ഇതിൽ അടിപൊളി പാക്കിങ് സാധനം. സൂപ്പർ. എനിക്കിപ്പോൾ ഇങ്ങനെ അഴിച്ചെടുക്കാന്നുള്ളതായിട്ടുള്ള ടെൻഷനുള്ളൂ. പാക്കിങ്ങിൽ അടിപൊളി. സൗണ്ട് കിട്ടുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കിട്ടിയാൽ കൊള്ളാം. ഹൈ. ഇങ്ങനെ ക്യാമറ തന്നെ നോക്കിക്കൊണ്ടിട്ടുണ്ട്. ഇതും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് അടിപൊളിയാ. അടിപൊളി. ഇതിങ്ങനെ കുഞ്ഞ് ബോൾ ഹാങ്ങിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ കുഴപ്പമില്ല. ഗ്ലൈസിങ്ങിലുണ്ട്. അത്യാവശ്യം സൂപ്പറാണ്. പക്ഷെ ഫോട്ടോയിൽ കാണുന്ന അത്ര ഒരു എന്താ പറയുക എസ്തെറ്റിക് വ്യൂ ഒന്നും കാണാനില്ല. ഇതിൽ കുഞ്ഞതാ. ഇതിൽ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ ഈ ഒരു സൈസ് ഉണ്ടാവും ഈ സാധനത്തിന്. പക്ഷെ ഇല്ല, ഇത് കുഞ്ഞത് സൈസിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതിൽ ചെറിയൊരു
അമർത്തിയാലും ലൈഫ് ഈസ് ലൈക്ക് എ ലവ് യുവർ സെൽഫ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മഞ്ഞയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അങ്ങനെ കുറേ മീൻ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷി കുഞ്ഞുങ്ങളുണ്ട്, പൂക്കളുണ്ട്, പിന്നെയും പൂക്കളുണ്ട്, പിന്നെ എന്തൊരു കളറുണ്ട്. അത് ഇതിപ്പോൾ ടോട്ടൽ എത്ര പീസ? 1 2 3 4 5 6 7 8 9 10 11 പീസ്. നോക്കുമ്പോൾ 11 നോർമൽ. ഇതിപ്പോൾ മറ്റേ സാധനം ഓർഡർ ചെയ്ത സംഭവം ഇല്ലാത്തതുകൊണ്ട് ഇത് വന്നത് തന്നെ ഇതിൻ്റെ കുറേ പീസ് ഉണ്ട്. ഇത് എല്ലാ പീസും വ്യത്യാസമുള്ള പല ഡിസൈന്, പല എഴുത്ത്, അങ്ങനെ കളറ് എല്ലാം വ്യത്യാസമുള്ളുണ്ട്. ഞാൻ എടുത്തിട്ടാന്ന് വന്നത് എനിക്കറിയില്ല. അതിന് ആ സാധനം മതി. ഒരു ആ സാധനം കിട്ടിയാലും ഒട്ടിക്കാം. ആർക്കും ഞാൻ വിശ്വസിക്കുന്നു. അതോ നമുക്ക് ഇത് ഈ സാധനം വലിയ പെട്ടി വരുന്നത് ഫ്രെയിമാണ്. അത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. അത് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ തോന്നണം. പക്ഷെ അത് എനിക്ക് തോന്നുന്നൊരു 10 ഫ്രെയിമിന് മേലെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് പൊളിച്ചോക്കെ ഇതെന്നാന്ന് എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എന്നാ സാധനം. പുലിന് നൊച്ച കേൾക്കുന്നുണ്ട്. പ്ലാന്റ് വന്നു എന്നാ പറഞ്ഞത്, പക്ഷെ പ്ലാന്റ് സമയത്ത് കണ്ടില്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ആ ലവിന്റെ സാധനത്തിന് അപ്പൊ ആദ്യം നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കാം. എന്നിട്ട് ഈ കാറ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സെറ്റ് നമുക്കിത് പെട്ടെന്ന് നോക്കാം. കാരണം ഇതൊരു ഞാൻ നേരത്തെ കാണിച്ച ഹോം പോലെ തന്നെ ഒരു സംഭവം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന സാധനം അതായിരിക്കും. പക്ഷെ അതാണെങ്കിൽ ഭയങ്കര ചിലിച്ചിൽ വെച്ചുണ്ട്. ഇതിപ്പോൾ അല്ല ഗൈസ്, അതിൽ വെക്കുന്ന ഫ്ലവറാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലവർ പോട്ടും കൂടി ചെറിയൊരു കുഞ്ഞു കുഞ്ഞു പോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കൺജസ്റ്റഡ്. ഇതൊരു വലിയ പെട്ടിയില്ലേ, ചുറ്റുണ്ടാവും. എല്ലാം കൂടി പൊട്ടിയിട്ടുണ്ടോ എന്തോ ഒരു ചിലിച്ചിൽ വെച്ചുണ്ട്. ഞാൻ വെച്ച് പൊട്ടി വെച്ച, പക്ഷെ ഉള്ളിൽ കുഞ്ഞി വെച്ച നല്ല ക്യൂട്ടായിട്ട് ഈ ഓക്കെ, നമുക്ക് അതിനെ കൂടുതലാക്കാം. ഗൈസ് അങ്ങനെ ഫുള്ള് പൊസിഷനിൽ മാറിയിട്ടുണ്ടാവും. അത് കരഞ്ഞും ആകെ കുളമാക്കി. അപ്പം ഞാൻ വേഗം മറ്റുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇങ്ങനത്തെ 4 എണ്ണം വന്നത് 4 ടൈപ്പാണ്. ഇത് 3 ഒന്ന് ആദ്യൻ്റെ കയ്യിലുണ്ട്. നല്ല ടെററായിരിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ക്യൂട്ടാണ്. ഇത് വെക്കാനൊരു സ്റ്റാൻഡുണ്ട്. അതാ വരാനിത് ഒരു ആർട്ട് സ്റ്റാൻഡിന് വരാനുള്ളൂ, കുഞ്ഞു വാളിൽ വെക്കുന്നത്. പക്ഷെ ഇത് നല്ലതുണ്ട്. ഇനി ഫോട്ടോ ഫ്രെയിമാണത്. ഫോട്ടോ ഫ്രെയിം ഞാൻ ഇപ്പം വേഗം ചരപടേന്ന് വിളിക്കട്ടെ. അതുതാ അപ്പോൾ ഗൈസ് ഫോട്ടോ ഫ്രെയിം നല്ല പാക്കേജ് ഞാൻ കണ്ടോ, നല്ല പാക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൂടിയിട്ടൊരു 1000 സംതിങ് ആയിട്ടുള്ളൂ, ഇത്രയും സാധനം കൂടിയിട്ട്. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഗ്യാരണ്ടിയുടെ അടിപൊളി ക്വാളിറ്റിയാണ്, സൂപ്പർ ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി. നോക്കട്ടെ ഇനി ഇതിന്റെ ഫോട്ടോ ഫ്രെയിമിന്റെ ഉള്ളും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. അയ്യോ ഇത് ഭയങ്കര പാക്കിങ്, അടിപൊളി. ഗ്ലാസ് അല്ല, ബട്ട് നമുക്ക് ഫോട്ടോ ഇട്ടാൽ ഇത് ഗ്ലാസ് ഇല്ല, പക്ഷെ അടിപൊളി ഫ്രെയിം, നല്ല ഫ്രെയിം, നല്ല പാക്കിങ്. ഇതാ അപ്പം ഗൈസ് അത് പിന്നെ സീനാക്കി. അപ്പം ഇതാണ് ഇങ്ങനത്തെ ചെറിയ ഫ്രെയിം, ഒരു 6 എണ്ണം ഉണ്ട് ചെറിയ ഫ്രെയിം. ഇത് ഗ്ലാസ് വരുന്നില്ല, പക്ഷെ ഫ്രെയിം മാത്രം നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്ത് നോക്കാം. ഒരു 3 സൈസിലാണ് വരുന്നത്. അത് 6 ചെറുത് 6. എന്തോ ഇത് ഭയങ്കര നല്ല പാക്കിംഗ് ആണ്, അടിപൊളി പാക്കിങ് വരുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നോ കടിക്കാൻ പാടില്ല,
അതിൽ കുറച്ചും കൂടെ വലുത് വരുന്നത് ഒരു 4 എണ്ണം, വലുത് 6 എണ്ണം, ഇത് 4 എണ്ണം. ഇതും സെയിം തന്നെ. നമുക്ക് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാന്നുള്ളത് കണ്ടോ. 2 ഹാങ്ങിങ് കൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഹാങ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഹാങ് ചെയ്യാം. അപ്പം ഇത് കുറച്ചും കൂടി വലിയ ഫ്രെയിം, അതിനേക്കാണ് നേരത്തെ കുറച്ച് വലുത്. ഇനി അടുത്തത് അയ്യോ 2 എണ്ണം തോന്നുന്നു വരുന്നത്. അടിയിൽ തെർമോക്കോളം കൊടുത്തിട്ട് പുലിങ്ങാണ്ടൊക്കെ സൂപ്പർ നല്ല പാക്കിങ്. അതിലേക്ക് നല്ല പാക്കിങ്. ഒരു മിനിറ്റടാ, ഇത് നല്ലതാ. ഇത് വലിയ 2 ഫ്രെയിമാണ്. 6, 4, 2 ഇങ്ങനെയാണ്. 2 ഇല്ല ഗൈസ്, 1 ഉള്ളൂ. ശരി, എന്നോട് തെറ്റ് വരുമ്പോൾ 2 ഇല്ല, 1 ഉള്ളൂ. പക്ഷെ ഇത് കുറച്ച് വലിയ ഫ്രെയിമാണ്, നല്ല വലിയ ഫ്രെയിമാണ്. ഇതും സെയിം ആയിട്ട് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാം, ഇങ്ങനെ ഹാങ് ചെയ്യാം. അപ്പം 6, 4, 10, 11 ഫ്രെയിമാണുള്ളത്. അപ്പോൾ നിങ്ങളെന്നെ നോക്കി നോക്കുക. എനിക്കിപ്പോൾ ക്വാളിറ്റി വൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളി സൂപ്പർ സാധനങ്ങളാണ്. റേറ്റിന് ഭയങ്കര വർത്തായിരിക്കും. കാരണം ഒരു 1400 എനിക്കത്ര റേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. എന്നാൽ ആ ഒരു റേറ്റിന് എനിക്കൊരു 7 സാധനമുണ്ട്, 7 പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ തന്നെ കണ്ടിട്ട് ഓരോന്നോരത്ത് ഞാൻ ഓരോന്നോരത്ത് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ മറ്റേ വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം, മറ്റേത് അൺബോക്സിംഗ് കൊണ്ട്. അത് കണ്ടിട്ട് നമുക്ക് സെനപ്പ് ചെയ്യാം. നമ്മൾ അൺപാക്ക് ചെയ്യാനുള്ള ഒരു സാധനം, അതായത് ഇത് ഇപ്പോഴാണ് പിറ്റേ ദിവസം ഡെലിവറി വന്നത്. വാൾ ഹാങ്ങിങ് ആണ്, ഒരു പ്ലാന്റ് ഹോൾഡറാണ്, ഹോം ഡെക്കർ പീസ് തന്നെ. അപ്പം ഇത് വന്നിട്ട് ഞാൻ 2 ദിവസമായി അൺബോക്സ് ചെയ്യണം വിചാരിച്ചിരുന്നു. പിന്നെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം അൺബോക്സ് ചെയ്യുന്നത് മാത്രം കാണിച്ചിട്ട് ഓഡിയോ ബാഗ് കൊടുക്കാമെന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതും നല്ല ക്വാളിറ്റി. നേരത്തെ നമ്മൾ ഹോം എന്ന് എഴുതിയ സംഭവം വാങ്ങിച്ചത് അതേ സെയിം സാധനമാണ്, സെയിം ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്, സേഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പീസ് വരുന്നത്. LOVE ലവ് എന്നുള്ളൊരു സംഭവമാണ്. അതിൻ്റെ താഴെ ഓരോന്നിനും താഴെ വെക്കാനുള്ള ഒരു ഹോൾഡർ പോലെ, അതായത് നമ്മൾ പ്ലാന്റ് വെക്കുന്നുണ്ട്, പ്ലാന്റ് വെക്കാം, അല്ല വേറെ എന്തെങ്കിലും ഡെക്കോർ പീസ് വെക്കുന്നുണ്ട് അങ്ങനെ വെക്കാം, ഷോ പീസ് വെക്കുന്നുണ്ട് അങ്ങനെ വെക്കാം. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെയാവും, ബേസ് പോലെയാവും. അപ്പോൾ അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും താഴെ ഇങ്ങനെ ഒരു ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആണി അടിച്ച് തൂക്കാം, അല്ലെങ്കിൽ 2 സൈഡ് ടാപ്പ് തൂക്കിയാലും വലിയ വെയിറ്റൊന്നുമില്ല, 2 സൈഡ് ടാപ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആണിക്ക് അവിടെ ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട്, അതുവഴി ഡ്രില്ലർ വെച്ചിട്ട് നിങ്ങൾക്ക് ആണി വെച്ചിട്ടും ബോളിൽ ഹാങ് ചെയ്യാൻ പറ്റും. ഇതിന് റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണ്ടെങ്കിൽ വാങ്ങാം. ഞാൻ നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് നോക്കുമ്പം അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇത് ചില വീഡിയോസ് തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ഫോട്ടോ ഫ്രെയിമിന് ഗ്ലാസ് ഇല്ല എന്നുള്ളത്. പക്ഷേ ഗ്ലാസ് ഉണ്ട്. ഞാനത് പിന്നെയായിരുന്നു എൻ്റെ പ്ലാസ്റ്റിക് കവർ പൊളിച്ചു നോക്കിയത്. ഗ്ലാസ് ഉണ്ട്, നല്ല അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഗ്ലാസ്സാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ആ 3-4 ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിലോട്ട് ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഫോട്ടോ ഞാൻ അതിനകത്ത് വെച്ച് നോക്കിയതാണ്, അടിപൊളിയാണ്. ഇത് ചെറിയ ഫ്രെയിമാണ്, അപ്പം അതും നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്രയാണ് മീഷോ ഹോളിൽ കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും വാങ്ങിക്കോ, ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അടിപൊളിയാണ്. ആദ്യമായിട്ട് ഞാൻ ഹോം ഡെക്കോർ പീസൊക്കെ മീഷോയിൽ ഓർഡർ ചെയ്ത് നോക്കുന്നത്. പക്ഷേ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ. അതിൽ കുറച്ച് എനിക്കൊരു ഡിസപ്പോയിൻറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ലീഫ് മാത്രമേ കുറച്ചും കൂടി ഇതായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് ഞാൻ ഇതിനേക്കാളും വേസ്റ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നല്ല സാധനം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക, അടിപൊളിയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാനിതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ഹോം ടൂർ തന്നെ, ഈ ചെന്നൈയിൽ ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഹോം ടൂർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത 2-3 ദിവസത്തേക്ക് ഹെക്ടിക് ഡേ ആണ്. കാരണം വ്ളോഗ് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട്, കുറച്ച് സർപ്രൈസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ആകും ഞാൻ പോയിട്ടൊന്ന് ഉറക്കട്ടെ, അല്ലെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.